أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, നാം പറഞ്ഞു വരുന്ന സത്യവിശ്വാസികളുടെ ആത്മീയ മാതാക്കളെ സംബന്ധിച്ച രണ്ടാമത്തെ പ്രധാന ഉമ്മുൽ മുഅ്മിനീൻ ആയ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അവരെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാം ലോകത്തെ സ്ത്രീകളിൽ ഏറ്റവും ഉന്നതകളാണ്. എന്നാൽ അവരെല്ലാവരും തുല്യ പദവിക്കാരല്ല. എല്ലാവരും വളരെ മഹത്വമുള്ളവരാണെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണർത്തിയതുപോലെ ഒന്ന് ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും, രണ്ട് മഹദിയായിരിക്കുന്ന ബീവി ആയിഷത്തു തുഹറ റളിയല്ലാഹു തആല അൻഹയും ആണ്. അവരിൽ കൂടുതൽ പ്രാധാന്യം ആർക്ക് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് ചിന്തിച്ച് പലരും ഒരു തീരുമാനത്തിലെത്താതെ മാറി നിന്ന് ഇരിക്കുകയാണ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ശരിയായ കിടപ്പ്. അതിനാൽ ഒന്നിനേക്കാൾ മെച്ചമല്ലാതെ ഒന്നൊന്നിനേക്കാൾ പിന്നിലായിട്ട് കാണില്ല. രണ്ടും അവസാനം പ്രമുഖ ചിന്തകനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് രണ്ടും ഒരുപോലെ എന്ന് നമ്മൾ വിലയിരുത്തുക. പക്ഷെ വ്യത്യാസം, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ക്ലേശപൂർണമായ ഒരു ഘട്ടത്തിൽ എല്ലാം ഇസ്ലാമിന് സമർപ്പിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ സേവനം ചെയ്തു എന്ന നിലക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയ്ക്ക് സമാനമായി വേറെ ആരും ഇല്ല. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഏകദേശം നൂറ്റാണ്ടോളം കാലം അഹോരാത്രം പരിശുദ്ധ ദീനി ഇസ്ലാമിന്റെ വിജ്ഞാനവും ദീനി സംസ്കാരവും മനുഷ്യ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സേവനത്തിന് സമാനമായി ലോകത്ത് മറ്റൊരു സ്ത്രീയെയും തന്നെ കാണുകയില്ല. അപ്പൊ ആദ്യഘട്ടം കൊള്ള നോക്കുമ്പോൾ മഹദിയായിരിക്കുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയും, അവസാന പ്രബോധന പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടം കൊള്ള നോക്കുമ്പോൾ ഖദീജത്തുൽ കുബ്ര ആയിഷത്തു തുഹറ റളിയല്ലാഹു തആല അൻഹയുമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുക എന്ന് പറഞ്ഞ ഈ അഭിപ്രായത്തെ പിന്താങ്ങിക്കൊണ്ടാണ് പിൽക്കാല ചരിത്രകാരന്മാർ പലരും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹാഫിദ് ശംസുദ്ദീൻ ഉസ്സാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ ഈ അഭിപ്രായത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പൊ രണ്ടും ഒന്നൊന്നിൽ പിന്നിലല്ല. അപ്പോ വളരെ വിശദമായി ഇതിലുള്ള ഒരു ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ തോതിൽ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല ഒന്ന് പരിചയപ്പെടുക. ഇതാണ് നമുക്കൊക്കെ അറിയുന്നതന്നെ, അറിയാത്തതല്ല, പുതിയ ആളല്ല. എങ്കിലും അവരെ ചരിത്രപരമായി ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ചില നിരക്ക് ചുരുങ്ങിയ തോതിൽ ഇറങ്ങി വരാം. അവരുടെ കുടുംബ പാരമ്പര്യം നമുക്കൊക്കെ സുപരിചിതമാണ്. ബനു തൈം ഗോത്രത്തിലാണ് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയ പുത്രിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരുടെ പരമ്പര പറയാ ആയിഷ ബിൻത് അബീ ബക്കർ ഇബ്നു അബീ ഖുഹാഫ ഇബ്നു ആമിർ ഇബ്നു അംർ ഇബ്നു വഹബ് ഇബ്നു സഈദ് ഇബ്നു തൈം ഇബ്നു മുറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഅയ്. ഇത് തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ലുഅയിന്റെ മകൻ കഅബിന്റെ മകൻ മുറത്ത്, അതിന് തങ്ങളുടെ ഉപ്പാപ്പ. ഈ മുറത്തിന്റെ മകൻ തൈമിലൂടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ബനു തൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഈ മുറത്തിന്റെ മകൻ തൈമിലേക്ക് ചേർത്തിയിട്ടാണ് ബനു തൈമ് ഗോത്രക്കാർ എന്ന് പറയുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെയേറെ പ്രശസ്തനാണെങ്കിൽ പോലും സാധാരണക്കാരിൽ പലർക്കും പേരറിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയാത്ത മനുഷ്യന്മാർ മുസ്ലിങ്ങളിൽ ആരും ഉണ്ടായിരിക്കില്ല. പക്ഷെ പേരറിയാത്തവരാണ് വലിയൊരു ഭാഗം. അബൂബക്കർ എന്നല്ലേ പേര് എന്ന് വരെ സാധാരണക്കാർ ചിന്തിക്കും. അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് പേരില്ല. അത് നമ്മൾ മലയാളക്കാരൊക്കെ ഇടുന്ന പേരാ. ഉമ്മ കൂട്ടിയിട്ട് പേരിടാറില്ല അറബികൾ. അത് ബഹുമാന പേരായിട്ട് വിളിക്കുന്ന പേരാണ്. അതായത് നമ്മളേക്ക് അറബികൾക്ക് കാക്കിയും താത്തിയില്ല. നമ്മൾ കുറച്ച് മുതിർന്നവരാണെങ്കിൽ അപ്പോൾ എന്താക്കും, മുഹമ്മദ് കാക്ക, അലവി കാക്ക, ഫാത്തിമ താത്ത എന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. അത് അറബികൾക്കില്ല. 120 വയസ്സായവനാണെങ്കിലും പേര് തന്നെ പറയാം. അപ്പോൾ ആദരിക്കേണ്ടവര്, ബഹുമാനിക്കേണ്ടവര് പുരുഷന്മാരാണെങ്കിൽ അബു കൂട്ടിയിട്ട് പറയും. അബൂബക്കർ, അബു അംർ, അബു അബ്ദില്ല, ഇങ്ങനെ പേര് പറയും. ഈ ബഹുമാന പേരാണത്. സ്ത്രീകളാണെങ്കിൽ ഉമ്മ കൂട്ടിയിട്ട് പറയും. ഉമ്മ അബ്ദില്ല, ഉമ്മ ആയിഷ, ഉമ്മ സുലൈം, ഇങ്ങനെ കൂട്ടിയിട്ട് പറയും. ഈ പേരല്ലാതെ അവർക്ക് ഒരു കാക്കയും താത്തയും കൂട്ടിയിട്ട് ബഹുമാനിക്കുന്ന ഏർപ്പാടില്ല. അപ്പൊ ആ പേര്, ബഹുമാന പേര് വിളിക്കുന്ന പേരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് അബൂബക്കർ എന്ന് പറയുന്നത്. സിദ്ദീഖ് എന്നതാണെങ്കിലോ അവിടുത്തെ സ്ഥാന പേരുമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നാണ് ശരിക്കുള്ള പേര്. പിതാവ് അബൂ ഖുഹാഫയുടെ പേര് ഉസ്മാൻ. അതും തന്നെ അറിയപ്പെടൽ വളരെ അപൂർവമായി അറിയപ്പെടുന്നുള്ളൂ. രണ്ടുപേരും സഹാബികളാണ്. പക്ഷേ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു മക്ക ഫതഹിന്റെ ദിവസമാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നത് അതായത് വളരെ പിൽക്കാലത്താണ്. എങ്കിൽ പോലും മുസ്ലിം ആവാൻ സഹാബിയായി ജീവിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടിയ 4 തലമുറകൾ ഒന്നിച്ച് സഹാബികളായ അപൂർവം ചില കുടുംബങ്ങളിൽപ്പെട്ടവരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം. അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അവരുടെ മകൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അവരുടെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. ഈ അബ്ദുറഹ്മാന്റെ മകൻ അവരും സഹാബിയാണ്. ഇങ്ങനെ 4 തലമുറ സഹാബാക്കളായ അപൂർവം ചില കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ റൂമാൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അവരുടെ പേര് സൈനബ്. സൈനബ് ബിൻത് ആമിർ ബിൻ ഉവൈമിർ എന്ന് പറയും. ഉവൈമിറിന്റെ പുത്രൻ ആമിറിന്റെ മകൾ സൈനബ് എന്ന പേരുള്ള ഉമ്മുറുമാൻ എന്നാണ് സാധാരണഗതിയിൽ ചരിത്രത്തിലൊക്കെ പരിചയപ്പെടുക. സൈനബ് എന്ന പേര് അപൂർവം ചില ചരിത്ര ഗ്രന്ഥങ്ങളിലേ കാണൂ. യഥാർത്ഥ പേര് അതാണ്. പേരിൽ അറിയപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ ഉമ്മുറുമാൻ എന്ന് പലപ്പോഴും പറയുന്നത്. പക്ഷെ ആളെ പേര് സൈനബ് എന്ന. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് 3 പെൺമക്കളും 3 ആൺമക്കളുമായിരുന്നു. അതിൽ മൂത്ത മകനാണ് അബ്ദുറഹ്മാൻ എന്ന് ഇസ്ലാമിൽ പേര് വന്ന, ആദ്യം അബ്ദുൽ കഅബ എന്നായിരുന്നു പേര്. ബദർ യുദ്ധകാലത്തൊക്കെ അദ്ദേഹം ശത്രുക്കളുടെ കൂടെയായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയൊക്കെ വെല്ലുവിളിച്ചത് ചരിത്രത്തിൽ കാണാം. സഹാബാക്കളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രമുഖനായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു. അതിന്റെ തൊട്ട് താഴെയുള്ള മകനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു. അവര് തായിഫ് യുദ്ധത്തിൽ പരിക്കേൽക്കുകയും അത് മുഖേന മരണപ്പെടുകയും ചെയ്താണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല. അപ്പൊ വാപ്പാന്റെയും മാന്റെയും പേരൊന്നായി എന്നുള്ളത് നിങ്ങൾ ബേജാറാകണ്ട. അങ്ങനെ പല 3 തലമുറയ്ക്ക് ഒരു പേരിട്ടവര് ആ കൂട്ടത്തിൽ ധാരാളം കാണാൻ കഴിയും. പിന്നെ അതിന് ചെറിയ മകനാണ് മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു. ഹജ്ജത്തുൽ വദാഇന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ട സമയത്ത് വഴിയിൽ വെച്ച് പ്രസവിച്ച് ഈ ഇഹ്റാം ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് മറ്റേ അബിയാർ അലി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ദുൽഹുലൈഫയിൽ വെച്ചിട്ടാണ് അസ്മാ ബിൻത് ഉസ്മൈസ് റളിയല്ലാഹു തആല അൻഹ സിദ്ദീഖിന്റെ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ മകനാവുന്ന മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസവിച്ചത്. അതാണ് ആൺമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല. ഇങ്ങനെ 3 ആൺമക്കളായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. പെൺമക്കളായി മൂത്ത മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹ
സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു അവരെ വിവാഹം കഴിച്ചിരുന്നത്. അതിൽ ജനിച്ച മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഈ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ ആങ്ങളയുടെ മകനാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിലേക്ക് ചേർത്തിയിട്ട് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ നബി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മു അബ്ദില്ല എന്ന പേരിലാണ് അറിയപ്പെടുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ആവശ്യപ്പെടുക തന്നെ ചെയ്തു. മറ്റ് തങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ഒരു ബഹുമാന പേരുണ്ട്, ഉമ്മു കൂട്ടിയിട്ട് വിളിക്കുന്ന പേരുണ്ട്, എനിക്ക് അങ്ങനെ ഒരു പേരില്ലല്ലോ എന്ന് ഒരിക്കൽ പറഞ്ഞു. അതിനിടക്ക് അസ്മാ റളിയല്ലാഹു തആല അൻഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പ്രസവിച്ചപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ കുട്ടിയെയും എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. സാധാരണ അന്ന് പതിവുണ്ടായിരുന്നതാണ് കുട്ടിയെ ആദ്യം നബി തങ്ങളരികെ കൊണ്ടുവരികയും മറ്റെന്തും കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താക്കപ്പെട്ട ഉമിനീര് കുട്ടിയുടെ വായിൽ കൊടുക്കുകയും നബി തങ്ങൾ പേര് വിളിക്കുകയും ചെയ്യുക എന്നത് സഹാബാക്കളുടെ സാധാരണ ഒരു നടപടിക്രമമായിരുന്നു. അങ്ങനെ ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചപ്പം ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെല്ലുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിയെ വാങ്ങി അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീര് ആ വായിൽ വെച്ചു കൊടുക്കുകയും അബ്ദുള്ള എന്ന് പേര് വിളിക്കുകയും ചെയ്തു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതുമാണല്ലോ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതി ഉമ്മു അബ്ദില്ല, ഇന്ന് മുതൽ നീ ഉമ്മുൽ അബ്ദില്ല. ഈ അബ്ദുള്ള ഏകത്തിന്റെ മോനാന്ന് നോക്കണ്ട, നിങ്ങളെ മോനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെയാണ് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ വളർത്തി പരിപാലിച്ച് സംരക്ഷിച്ച് വളർത്തിയത്. അതിന്റെ പ്രത്യേകതയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് മുമ്പ് ഒരിക്കൽ നമ്മൾ ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം എന്ന ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ചെറിയ തോതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പരിചയമാണ്. പിന്നെ സഹോദരിമാർ വേറെ ആയിഷ റളിയല്ലാഹു തആല സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുന്ന സമയത്ത് ആൺമക്കള് രണ്ടുപേരന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് മൂത്ത മകൻ അബ്ദുറഹ്മാൻ, ചെറിയ മകൻ ഈ മുഹമ്മദ് ഇബ്നു അബീ ബക്കറും. ഇവർ രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്, കുട്ടിയാണ് എങ്കിലും. മൂത്ത മകൾ അസ്മാവും ഉണ്ട്. എങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി എന്ന നിലക്ക് ഉമ്മുൽ മുഅ്മിനീൻ എന്ന ബഹുമാനമുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹയായതുകൊണ്ട് തന്നെ വഫാത്തിന്റെ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അടുത്ത് വിളിച്ചുകൊണ്ട് നേരത്തെ സാമ്പത്തികമായി വളരെ വിഷമം ആയപ്പോൾ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ കുറച്ചൊക്കെ സാമ്പത്തികമായ ആനുകൂല്യങ്ങളിൽ ഒരു പുരോഗതി വരണം എന്ന് പറഞ്ഞ് അല്പം ചില വിഷമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും മക്കളെ വിളിച്ച് ഗൗരവമായി ഉപദേശിക്കുകയും മേലിൽ ഒരിക്കലും അങ്ങനെ ചെയ്തു പോകരുതെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവശം ഇല്ലാത്ത സാമ്പത്തികമായ ആനുകൂല്യം ചോദിച്ച് അവിടത്തെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നും നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങളോട് ചോദിച്ചാൽ മതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിനക്ക് എന്തോ വേണോ അത് എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് പരിഹരിച്ചിരും. അതേ രീതിയിൽ തന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹഫ്സ റളിയല്ലാഹു തആല അൻഹയോടും പറഞ്ഞു, നിനക്ക് എന്ത് സാമ്പത്തിക പരാധീനത ഉണ്ടെങ്കിലും അത് എന്നോട് പറഞ്ഞാൽ മതി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാര്യത്തിൽ വിഷമിപ്പിക്കാൻ പാടില്ല. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് തന്റെ ഒരു ഈത്തപ്പനത്തോട്ടം ദാനമായി നൽകിയിരുന്നു. ദാനമായി തോട്ടം അങ്ങനെ തീരാധാരം കൊടുത്തതല്ല, മറിച്ച് അതിന്റെ വരുമാനം അവർ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു. മരണമാസന്നമായ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇനി ഈ ലോകത്ത് ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. ഈ ലോകത്ത് ഇനി നിന്നെക്കാളും എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരാളും ഇല്ല. നീയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രധാനപ്പെട്ട മകൾ. എങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്വത്ത് വരുമാനമെടുക്കാൻ നിനക്ക് ഞാൻ തന്നിരുന്നു എന്നത് സത്യം. പക്ഷേ ഞാൻ മരിച്ചാൽ അനന്തരാവകാശ സ്വത്താണിത്. അതുകൊണ്ട് നിന്റെ 2 ആങ്ങളമാരും നിന്റെ 2 സഹോദരികളും ഈ സ്വത്തിൽ നിന്നെ പോലെ അവകാശികളാണല്ലോ. അവരെ കൂടി കൂട്ടി
ശരീഅത്ത് നിയമപ്രകാരം നിനക്ക് അവകാശപ്പെട്ടത് അതിൽ നിന്നിട്ട് എടുക്കുകയും മറ്റുള്ളവരുടെ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് പറയുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുക്ക് 2 ആമക്കളും 2 പെൺമക്കളേ ഉള്ളൂ. ഇന്നമാഹുമാ ഉഖ്താക്കി വഅഖവാക്കി എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവകാശികൾ നിന്റെ കൂടെ നിന്റെ 2 സഹോദരിമാരും നിന്റെ 2 സഹോദരങ്ങളുമാണ്. അബ്ദുള്ള എന്നൊരു നേരത്തെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ മകൻ മുഹമ്മദും മൂത്ത മകൻ അബ്ദുറഹ്മാനുമാണല്ലോ. പിന്നൊന്ന് ആയിഷ ബീവി അസ്മാ ബീവിയും അന്നുള്ളൂ. അവൻ പറഞ്ഞു, അല്ല പിതാവായിട്ടുള്ളവരെ 2 സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അബ്ദുറഹ്മാനും മുഹമ്മദും. 2 സഹോദരികൾ എന്ന് പറഞ്ഞ എവിടെ? അസ്മായിലുള്ളൂ. പിന്നെ ഇവിടെ 2 സഹോദരികൾ. ആ സമയത്ത് പറഞ്ഞു, ഹാരിജത്തിന്റെ പുത്രി ഗർഭിണിയാണ്. മറ്റൊരു ഭാര്യയായിരുന്നു. ഹാരിജത്തിന്റെ പുത്രി ഗർഭിണിയാണ്. ആ കുട്ടി പെണ്ണായിരിക്കും എന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. സംഭവിക്കുന്നതിന് മുമ്പ് പറയാണ് ആണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തായതിനു ശേഷമാണ് ഈ കുട്ടിയെ ജനിക്കുന്നത്. നേരത്തെ മരിക്കുന്നതിന് മുമ്പ് വസിയത്തിൽ പറഞ്ഞതുപോലെ കുട്ടി പെണ്ണായിരുന്നു. ഉമ്മു കുൽസും എന്ന പേരിലാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ രസകരമായ സംഭവമുണ്ട്. ഈ കുട്ടി മുതിർന്നു വന്ന് ഏകദേശം വിവാഹപ്രായം എത്തിയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണെന്ന് കുട്ടിക്ക് വിവാഹപ്രായമായി വരുന്ന സമയത്ത് കല്യാണം ആലോചിച്ചു. ആരോട് ആലോചിച്ച്? ആയിഷ ബീവിയോട്. ആയിഷ ബീവിയെ കുട്ടിനെ സംരക്ഷിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങളൊക്കെ കല്യാണം അന്വേഷിച്ചാൽ ഞാൻ മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാന്യനുമായ താങ്കൾ കല്യാണം അന്വേഷിച്ചാൽ അതെങ്ങനെ അപ്പൊ നടത്താതിരിക്കാൻ പറ്റുക? അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ ആലോചിക്കാതെ. ഇതാരും അറിഞ്ഞു? ഈ കുട്ടി അറിഞ്ഞു. കുട്ടി ചെറിയ കുട്ടിയാണ്, കെട്ടിക്കാനായില്ലേ, ചെറിയ കുട്ടിയാണ്. ഇത് പറഞ്ഞ് എനിക്ക് സമ്മതമല്ലാതെ. ഒന്ന്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വളരെ പരുക്കൻ ജീവിതമാണ് എന്ന് പറഞ്ഞാൽ ആ ഗൗരവം നല്ല അർത്ഥത്തിന്, മറിച്ച് വളരെ കർശനമായ നിയന്ത്രണമാണ് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ. കൂടാതെ കഴിയാത്ത അത്യാവശ്യമല്ലാത്ത യാതൊരു തരത്തിലുള്ള ആഡംബരവും ആ ജീവിതത്തിന്റെ ആഴത്തിലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പരുക്കൻ ജീവിതം, അതിന്റെ പുറമെ ഒരു വൃദ്ധനായ മനുഷ്യൻ. എനിക്കത് രണ്ടും സ്വീകാര്യമല്ല. എനിക്ക് ഭർത്താവായിട്ട് വേണ്ടത് ഒരു യോഗ്യനായ പണക്കാരനുമാവണം, അതോടുകൂടി നല്ല ഒരു യുവാവുമാവണം. ജസത്തിയാണ് എങ്കിലും ഉമ്മത്തുൽ മുഅ്മിനീനാണല്ലോ, തുറന്നു പറഞ്ഞു. അപ്പോൾ മോളെ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മള് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ അന്വേഷിക്കുകയും ഞാനതങ്ങനെ ആവാ പോകാന്നൊക്കെ വാക്ക് കൊടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് എങ്ങനെയാണ് നമുക്കത് മാറ്റി പറയാൻ? ആ സമയത്ത് കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുക. ഇല്ലാ ലാസ്തഗീസു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടും. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതോടുകൂടി മഹദിയായിരിക്കുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആ ഉദ്യമത്തിൽ നിന്നിട്ടും ഒഴിവാവുകയും കുട്ടിയുടെ ആഗ്രഹപ്രകാരം തന്നെ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഗോത്രത്തിൽ ഉള്ള ബന്ധുവാണ്, അതോടുകൂടി അശ്റഫുൽ മുബശ്ശിരീങ്ങളാണ്. തൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനാണ് അവസാനം ഈ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ മകള് ഈ ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിച്ചത്. അത് കൂട്ടത്തിൽ പറഞ്ഞതാ. അപ്പോ അവരെയും സംരക്ഷിച്ച് പോറ്റി വളർത്തിയത് മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അവിടെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തായ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഖൗല ബിൻത് ഹക്കീം എന്ന് പറയുന്ന മഹദി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മുലകുടി ബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്. ഈ ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഭാര്യയാവുന്ന ഖൗല ബിൻത് ഹക്കീം റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല വഫാത്തായി, ഇനി തങ്ങൾക്കൊരു കല്യാണം വേണമല്ലോ.
അതുകൊണ്ട് അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ കല്യാണം അവിടെ നിന്ന് നടത്തണം. അത് അങ്ങ് കന്യാസ്ത്രീയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും ഉണ്ട്, അല്ല ഒരു വിധവയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും ഉണ്ട്. തങ്ങളുടെ താല്പര്യം പോലെ രണ്ടാലൊന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഖൗല റളിയല്ലാഹു തആല അൻഹയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന കന്യക ആരാണ്? നീ പറഞ്ഞ വിധവ ആരാണ്? അപ്പോൾ ഖൗല റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന വിധവ മഹദിയായിരിക്കുന്ന സൗദ റളിയല്ലാഹു തആല അൻഹ. സക്രാൻ റളിയല്ലാഹു തആല അൻഹുവും അവരും ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും മക്കയിൽ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും 2 പ്രാവശ്യവും ഹബശയിലേക്ക് ഹിജറ പോവുകയും ചെയ്തിരുന്ന ത്യാഗികളായ മഹാനുമാണ് സക്രാൻ റളിയല്ലാഹു തആല അൻഹുവും സൗദ റളിയല്ലാഹു തആല അൻഹയും. പക്ഷേ രണ്ടാമത്തെ ഹിജറ എത്യോപ്യയിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം രോഗബാധിതനായ ബഹുമാനപ്പെട്ട സക്രാൻ റളിയല്ലാഹു തആല അൻഹു മരണമടഞ്ഞു. മക്കയിലെ ഏറ്റവും ഉന്നത ഗോത്രത്തിൽപ്പെട്ടവരും എന്നാൽ ഒരു യുവാക്കളാരും ഇനി കല്യാണം കഴിക്കാൻ സാധ്യത തീരെയില്ലാത്തവരും എന്തുകൊണ്ടും സംരക്ഷിക്കാൻ അർഹതപ്പെട്ടവരുമായ സൗദ റളിയല്ലാഹു തആല, കാരണം 50 വയസ്സായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇനി ചെറുപ്പക്കാരും അവരെ കല്യാണം കഴിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വീട്ടിലേക്ക് തിരിച്ചുപോയാൽ ആങ്ങള കടുത്ത മുശ്രിക്കാണ്, വാപ്പയും മുശ്രിക്കുകളുടെ കൂടെയാണ്. വാപ്പ വൃദ്ധനാണ്, വാർദ്ധക്യത്തിലായി, ഒന്നിനും വയ്യാതെ വീട്ടിലിരിപ്പായിട്ടുണ്ട്. സമ്അത്ത് എന്ന് പറയുന്ന മക്കയിലെ പ്രമുഖ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സമ്അത്ത് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അവരൊക്കെ മറുവശത്തും ഈ സ്ത്രീ ഇസ്ലാമിൽ വന്ന് മക്കളാണെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടില്ല, ഭർത്താവ് മരണപ്പെടുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ അവരെ എന്തുകൊണ്ടും സംരക്ഷിക്കണം. ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, ഉന്നത തറവാടി ആണ്. അപ്പോ തറവാടിത്വം അവർക്ക് വലിയ പ്രശ്നമാണ്, അത് താഴെയുള്ളവർക്ക്. അപ്പോ രണ്ടാമത്തത് കന്യക ആരാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ആയിഷ, ഈ 2 ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 ആളടുത്തും പോയിട്ട് നീ അന്വേഷണം നടത്തി, 2 രക്ഷിതാക്കളടുത്തും അന്വേഷണം നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് വിടാവും. അങ്ങനെ ഖൗല റളിയല്ലാഹു തആല അൻഹ ആദ്യം തന്നെ സമ്മത്തിന്റെ വീട്ടിൽ ചെന്നു. അവർ പറയാണ്, ജാഹിലിയ വിശ്വാസത്തിൽ തന്നെ മൂപ്പരുള്ളത്, വാർദ്ധക്യത്തിലെത്തി ഇരിപ്പിലാണ്, പുറത്തിറങ്ങലൊന്നുമില്ല. അപ്പൊ അവരുടെ ആ പഴയ സംസ്കാരം അനുസരിച്ച് തന്നെ സലാം പറഞ്ഞു. നിമൂ സബ എന്നതാണ് അവിടുത്തെ സലാം. അവർ അസ്സലാമു അലൈക്കും പറയുന്ന ഇതില്ല, അവർക്ക് ഇസ്ലാമിൽ വന്നാണ്. നിമൂ സബ എന്ന് പറഞ്ഞു, തിരിച്ചും നിമൂ സബ എന്ന് പറഞ്ഞതിന് ശേഷം വിവരങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ സൗദയെ കല്യാണം കഴിക്കണം എന്ന് ഉദ്ദേശമുണ്ട്. ആരാണ് ആള് ചോദിച്ചു. ആള് നമ്മളെ മുഹമ്മദ് ബിൻ അബ്ദുൽ. കൊള്ളാം, നല്ല യോഗ്യനാണല്ലോ. അപ്പൊ ആദർശപരമായിട്ട് ഒരു ബന്ധുവില്ല, നല്ല യോഗ്യനാണല്ലോ. അബ്ദുൽ മുത്തലിബിന്റെ പേര് മകനല്ലേ, എന്തുകൊണ്ട് യോജിക്കും? എന്നാ ഇവള് സൗദന്റെ അഭിപ്രായം എന്താ നീ അന്വേഷിച്ചു ചോദിച്ചു. അപ്പൊ സൗദ സമ്മതാണ് എന്നാ വരാൻ പറയാറ്. അങ്ങനെ വേറെ മുന്നൊരുക്കങ്ങളൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി വീരും പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അങ്ങനെ സമ്മത്ത് നേരിട്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗദ റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് ചെയ്തു കൊടുത്തു. അതൊക്കെ എത്തുന്ന ഹിജറ വരുന്നതിന് മുമ്പാണ്. ഹിജറ 11 ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഫാത്താൻ റമളാൻ 10. ഹിജറ 11 റമളാൻ 10. അപ്പൊ റമളാനിന് ശേഷമാണ് സംഭവം നടക്കുന്നത്. അപ്പോ 11 ലാസ്റ്റിൽ, ഏകദേശം ലാസ്റ്റിലായി വന്നല്ലോ, 10ാമത്തെ മാസം 11ാമത്തെ മാസമായിരിക്കും. അങ്ങനെ ഈ വിവാഹം കഴിഞ്ഞപ്പോ ഈ സമ്പത്ത് ആരില്ല, അബ്ദുല്ലാഹിബിന്റെ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു, ആങ്ങള. പിന്നീട് ഇയാൾ സ്ഥലത്ത് വന്നപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹോദരി സൗദയെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന വാർത്ത. വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും അദ്ദേഹം പറയാണ്, ഞാൻ തലയിൽ മണ്ണ് വാരിയിട്ട് നമ്മുടെ കടുത്ത വിരോധിയാവുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ളാക്കാണോ കല്യാണം കഴിച്ചു കൊടുക്കാൻ കണ്ട് വാപ്പ ഈ വയസ്സുകാലത്ത്. എന്നിട്ട് പിന്നീട് അദ്ദേഹം പറയാം, ഞാൻ എന്ത് വിട്ടിയാണ്. പിന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ സഹോദരിയെ കല്യാണം കഴിച്ചതിന്
ഞാൻ ദുഃഖിച്ച് വിഷമം പ്രകടിപ്പിച്ച് തലയിൽ മണ്ണ് വാരിയിട്ട് അത്രമാത്രം വിഡ്ഢിയായിരുന്നു അന്ന് ഞാൻ. പിന്നീട് അവരൊക്കെ ഭാഗ്യത്തിൽ ഒന്ന് സഹാബാക്കളിൽപ്പെട്ട പോലെയാണ്. അതെ, അതേ സമയത്ത് തന്നെ രണ്ടാമത്തത് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികെ ചെന്ന് പറഞ്ഞു. ചെല്ലുമ്പോൾ വീട്ടിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, ഉമ്മറുമാനാണുള്ളത്. ഉമ്മറുമാനടുത്ത് എന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുമാത്രം അനുഗ്രഹമാണ്, ഖൈറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. എന്താ നിർദ്ദേശിച്ചതെന്ന് വെച്ചാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ പറ്റിയിട്ട് കല്യാണാലോചന പറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ അവർക്കുള്ള സന്തോഷത്തിനൊരു കണക്കില്ല. കാരണം അങ്ങനെയാണല്ലോ, ഇസ്ലാമിന്റെ മുമ്പും ഇസ്ലാമിന്റെ ശേഷവും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ പോകാത്തയില്ല. പലപ്പോഴും 2 നേരം പോകും. ഹിജ്റ പോകുന്ന സമയത്ത് തന്നെ പ്രത്യേകം കാണാം, സാധാരണ ഒന്നിരിക്കൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക, ഉച്ചയ്ക്ക് സാധാരണ വരാറില്ല. ഹിജ്റ പോകാനുള്ള അനുമതി കിട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടുച്ച സമയത്താണ് ചെന്നത്. ആ വരവ് കണ്ടപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്തോ പുതിയത് സംഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇക്കാലം വരെ ഈ ഉച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കയറി വരാറില്ല. ഇങ്ങനെ സ്വകാര്യ ടീച്ചറുണ്ടാകുക വേറെ വിഷയം. അങ്ങനെ ഈ വിവരം പറഞ്ഞപ്പോ പറഞ്ഞ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വളരെ സന്തോഷം, പക്ഷേ അബൂബക്കർ ഇവിടെ ഇല്ല, അവർ വരട്ടെ ഏതാനും സമയത്തിനാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ അവര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ പറ്റി കല്യാണാലോചന പറയുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷത്തിന് കണക്കില്ല. പക്ഷേ എങ്കിലും അപ്പോഴും അവര് നിയമം, തന്റെ സഹോദരനില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞങ്ങൾ നേരെ സഹോദരങ്ങളാണ്, ചെറുപ്പത്തിലെ 2 വയസ്സ് വ്യത്യാസമാണെങ്കിൽ പോലും ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കാൾ 2 വയസ്സ് കുറയും. എങ്കിൽ പോലും ചെറിയ കുട്ടിക്കാലം മുതൽക്കേ എണവിരിയാത്ത കൂട്ടുകാരൻ. അപ്പൊ സ്വന്തം ജ്യേഷ്ഠാഞ്ചന്മാരെ പോലെ അവരുടെ എല്ലാ പെരുമാറ്റവും. അപ്പൊ ഞങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണ്. ആ നിലയ്ക്ക് എന്റെ മകളെ നബി തങ്ങൾക്ക് പറ്റുമോ എനിക്കറിയില്ല. പറ്റുമെങ്കിൽ എനിക്ക് എത്രയും സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഹൗല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് പറഞ്ഞു, നബി അബൂബക്കർ ഇങ്ങനെ അറിയുന്നത് ഏത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ അഖീ ഫി ദുനിയ വൽ ആഖിറ, പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എന്റെ സഹോദരനാണ് ദുനിയാവിലും ആഖിറത്തിലും, പക്ഷേ അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് ഹലാലാകും. ഈ സന്തോഷ വാർത്ത ഹൗല ചെന്ന് പറഞ്ഞപ്പം വേറൊരു പ്രശ്നം. മക്കയിലുള്ള വലിയൊരു നേതാവായിരുന്നു മുത്തൈം ഇബ്നു അദി. ഈ മുത്തൈം ഇബ്നു അദിയും സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവായിട്ട് ഒരു വാക്കുണ്ട്. മുത്തൈം ഇബ്നു അദിയുടെ മകനോട് ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചു കൊടുക്കാന്നുള്ള ഒരു വാക്ക് നേരത്തെ. അപ്പൊ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു ജാഹിലിയ കാലത്ത് തന്നെ ഒരു വാക്ക് ഒരു മനുഷ്യനോട് പറഞ്ഞാൽ തല പോകുന്നെങ്കിലും ആ വാക്ക് മാറ്റില്ല. മുത്തൈം ഇബ്നു അദിയോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാളുടെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന്, എന്ത് ചെയ്യും? ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കട്ടെ. ഹൗല പറഞ്ഞു, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ മുത്തൈം ഇബ്നു അദിയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അയാളുമായിട്ട് ഞാനൊന്ന് സമീപിക്കട്ടെ. അങ്ങനെ നേരെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു നേരെ മുത്തൈം ഇബ്നു അദിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കുക. ഇബ്നു അദിയുണ്ട്, അവരുടെ ഭാര്യ ഉമ്മു അഹ്ന എന്നാ പറയാം. ഇവർ രണ്ടാളോട് ഒന്നിച്ചിരിക്കുമ്പോൾ ചെന്ന് അവരെ സംബോധന ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ വന്നതേ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, എന്റെ മകൾ ആയിഷ നിങ്ങളുടെ മോനോട് കല്യാണം കഴിക്കുക, കാരണം കുടുംബത്തിൽ അത്രയും രണ്ടും യോജിപ്പുള്ള കുടുംബങ്ങളാണ്. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. മുത്തൈം ഇബ്നു അദി പറഞ്ഞു, കുട്ടിന്റെ ഉമ്മ എന്താ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞു. അതായത് ഭാര്യ, തന്റെ ഭാര്യ കല്യാണം കഴിക്കണം, മകനോട് കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ മാത്രം പറഞ്ഞാൽ പോലെ ഉമ്മയോട് പറയട്ടെ എന്നുള്ളത്. ഉടനെ ഈ ഉമ്മു അഹ്ന പറഞ്ഞു, അബൂബക്കർ എന്റെ മോന് നിന്റെ മോളെ കെട്ടിച്ചു കൊടുത്താല് എന്റെ മോനെ നീ വയ്യേപ്പിക്കൂലേ? നേരെ അവരന്നൊക്കെ മുശ്രിക്കീങ്ങളാണ്. അങ്ങനെ തന്നെ മരിച്ചുപോയ ആളാണ് മുത്തൈം ഇബ്നു അദി. നബി തങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്ത മനുഷ്യനാട്ടോ. ആള് മുശ്രിക്കാണ്, മുശ്രിക്കായി തന്നെ മരിച്ചതും. ബദർ യുദ്ധത്തിൽ പറഞ്ഞു, മുത്തൈം ഇബ്നു അദി ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ ഈ പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിൽ ഞാൻ ഈ തുടർപുകാരം മുഴുവനും വെറുതെ വിട്ടു കൊടുക്കുമായിരുന്നു. അത്രയും നബി തങ്ങൾക്ക് ഉപകാരമൊക്കെ ചെയ്ത ആളാണ്, പക്ഷേ മുശ്രിക്കായിട്ട് മരിച്ചുപോയ മനുഷ്യനാണ്. ഉമ്മ, കുട്ടിയുടെ ഉമ്മ പറയുന്നത്, നിങ്ങളെ മോളെ എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചാല് നിങ്ങളെ കൂട്ടത്തില് നമ്മളെ മാനിയും തന്നെ വഴിവേപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ
മുത്തുനബി നിങ്ങൾ എന്താ പറയുന്നത്? പെണ്ണുങ്ങൾ വർത്താനം പറയുന്ന വേടി നിങ്ങൾക്ക് എന്താ ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതിപ്പോ കുട്ടിന്റെ ഉമ്മ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഇതിൽ എതിരൊന്നും പറയല്ല. സന്തോഷായി, അതെന്നെ കേൾക്കണ്ടോ. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാക്കുമാറിയെന്ന് വരാൻ പാടില്ല. ഇപ്പൊ അവർക്ക് താല്പര്യമില്ല എന്ന് വന്നല്ലോ, സന്തോഷായി. ഉടനെ വന്നിട്ട് ഖൗല റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, എല്ലാം ശുഭം, അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി പോലെ ഞാൻ അക്കാര്യം സന്തോഷമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ നിക്കാഹ് നടക്കാൻ എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിക്കാഹിന് മുൻകൈയെടുത്തു. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഇങ്ങോട്ട് മുൻകൈയെടുത്താണെങ്കിൽ ഇത് അങ്ങനെയല്ലല്ലോ ഉള്ളത്. ഇതിന് കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം വിവാഹിതനാവാതെ കുറച്ചു കാലം അങ്ങനെ നിന്നു. ഈ സമയത്ത് 3 പ്രാവശ്യം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പട്ട് തുണിയിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊണ്ടുവന്ന് കാണിക്കും. ഇത് തുറന്നു കാണിച്ചിട്ട് പറയും, ഇത് നിങ്ങളുടെ പത്നിയാണ്, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ ഭാര്യയായി അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ 3 പ്രാവശ്യം സ്വപ്നത്തിലായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചിത്രം ഉള്ള ഒരു പട്ടുതുണിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു നോക്കുമ്പോൾ വ്യക്തമായും മനസ്സിലാവുന്ന നിലക്കാണ് കുട്ടിയാണ്. എങ്കിൽ പോലും ഈ രൂപം 3 പ്രാവശ്യം ആവർത്തിച്ച് സ്വപ്നം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിൽ നിന്നുള്ള ഹക്കായ സ്വപ്നമാണെങ്കിൽ അള്ളാഹു അത് നടപ്പിലാക്കിക്കൊള്ളൂ. അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരവും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ടറിയിച്ചതനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട്. അല്ലാത്ത നിലക്ക് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്യാണം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 51 വയസ്സ് ആണ്. കുട്ടിക്കാണെങ്കിൽ 6 വയസ്സ് പൂർത്തിയായേ ഉള്ളൂ. അത് ചില റിവായത്തിൽ 7 വയസ്സെന്ന് കാണാം. അതിന്റെ കാരണം 6 വയസ്സ് പൂർത്തിയായ സമയത്താണ്. 7ാമത്തെ വയസ്സിന്റെ തുടക്കത്തിൽ 6 വയസ്സ് കഴിഞ്ഞു. ഈ 6 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിയെ 51 വയസ്സായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായും ആ കുടുംബ ബന്ധം എത്ര മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അതിന്റെ പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു യുക്തി വെച്ചിട്ടുണ്ടാവും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഈ വിവാഹം കഴിഞ്ഞു. 2 വിവാഹങ്ങളും നടന്നെങ്കിലും സൗദാ റളിയല്ലാഹു തആല അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വീടുകൂടി അവരൊന്നിച്ച് താമസിച്ചു. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് മാത്രം നടക്കുകയും തുടർന്നുള്ള ബന്ധങ്ങളൊന്നും മക്കയിൽ വെച്ച് നടക്കുകയും ചെയ്തിട്ടില്ല. 2 വർഷം കൂടി കഴിഞ്ഞ് ഹിജ്റ കഴിഞ്ഞു. റബീഉൽ അവ്വൽ മാസത്തിലാണ് ഹിജ്റ ഉണ്ടായത്, നമുക്കറിയാമല്ലോ. ആ സമയത്ത് ആ റബീഉൽ അവ്വൽ മാസത്തിൽ ഹിജ്റ വന്നെങ്കിലും പിറ്റത്തെ വർഷം ആ വർഷം പൂർത്തിയായി റമളാൻ കഴിഞ്ഞ്, അല്ല പിറ്റത്തെ വർഷമല്ല, ആ വർഷം തന്നെ റമളാൻ കഴിഞ്ഞ് ശവ്വാൽ മാസത്തിലാണ് മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി വീട് കൂടുന്നത്. ഒരു ശവ്വാൽ മാസത്തിലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്തത്. പിന്നീട് 3ാമത്തെ വർഷം മദീനയിൽ വെച്ചിട്ട് മറ്റൊരു ശവ്വാൽ മാസത്തിലാണ് അവർ വീട് കൂടുന്നത്. അങ്ങനെ ഇവിടെ പ്രത്യേകമായ ഒരു അടിവരയിട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, ജാഹിലിയ്യ കാലത്ത് ഒരു ധാരണയുണ്ടായിരുന്നു, ശവ്വാൽ മാസത്തിൽ നിക്കാഹ് കഴിക്കാനോ വീട് കൂടാനോ കൊള്ളുന്നതല്ല, അതൊരു ലക്ഷണം കെട്ട മാസമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം പൂർവ്വകാലത്ത് മക്കയിൽ വ്യാപകമായ ഒരു പ്ലേഗ് രോഗം പിടിപെടുകയും അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തത് ഒരു ശവ്വാലിലായിരുന്നു. അതുകൊണ്ട് ശവ്വാലിൽ ഈ ഗുണമില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഈ ധാരണ തിരുത്തൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഉദ്ദേശിച്ചു. നിക്കാഹ് നടന്നതും ശവ്വാലിൽ, വീട് കൂടിയതും ശവ്വാലിൽ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, എന്നിട്ട് എന്നോടുള്ള കുടുംബ ബന്ധത്തിന്റെ ആ ഒരു സന്തോഷം ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബത്തിലോ കേട്ടിട്ടുണ്ടോ? ഇല്ല. തുല്യതയില്ലാത്ത കുടുംബജീവിതം 100% വിജയകരമായി
പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ ശവ്വാൽ മാസത്തിന് ഒരു ലക്ഷണക്കേടുമില്ല. അത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ നാട്ടിൽ ശവ്വാലിന് അങ്ങനത്തെ കേടൊന്നും ആരും കേട്ടിട്ടില്ല. സഫറിനും മുഹറത്തിനും ഒക്കെയാണ് കേട്. അതൊക്കെ വെറുതെ ധാരണകളാണ്. അത് നമ്മൾ വിശ്വാസമായിട്ട് അതിനൊന്നും ഒരു ബന്ധമില്ല. ജാഹിലിയായിരിക്കുന്ന ഓരോ ധാരണ, പെശക് അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നേ അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. ചുരുക്കട്ടെ, അങ്ങനെ 9 വയസ്സ് പൂർത്തിയായ സമയത്ത് ശവ്വാൽ മാസത്തിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. വീട് കൂടുന്ന സമയത്ത് കുട്ടി തന്നെ 9 വയസ്സായാലും കുട്ടി തന്നെയാണല്ലോ. ഇവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ തന്നെ ഒരു അത്ഭുതം സംഭവിച്ചതായി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. കൂടെ ഉമ്മു റുമാൻ റളിയല്ലാഹു തആല അൻഹയും ആയിഷ റളിയല്ലാഹു തആല അൻഹയും കൂടി ഹിജ്റ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി അന്ന് കൂട്ടത്തിൽ വരില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും ആയിഷ ബീവിയും ഒക്കെ പിന്നീട് വരുന്നത് ഇവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ലാതെ. അങ്ങനെ വന്ന് വഴിമധ്യേ ആയിഷ റളിയല്ലാഹു തആല അൻഹ യാത്ര ചെയ്യുന്ന ഒട്ടകം വിരണ്ടു, ആന വിരണ്ടു എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ. മൃഗങ്ങൾക്കൊക്കെ ഉണ്ട് ചിലപ്പോൾ ഈ രോഗം. അങ്ങനെ വിരണ്ട് ഒരു വല്ലാത്ത ഓട്ടം. കുട്ടി മാത്രമാണ് ഇതിന്റെ പുറത്തുള്ളത്. ഉമ്മ അടുത്ത വാഹനത്തിൽ അവര് അട്ടഹസിച്ച് കരയാൻ തുടങ്ങി. പടച്ചോനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. മദീനത്തെത്തിയാൽ നബിതങ്ങളുമായിട്ട് വീട് കൂടണം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. പടച്ചോനെ കരയാനും വിളിക്കാനുണ്ട്. അതിലൊരു അശരീ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഓട്ടകം. അതിലൊരാള് പറയുന്നത് കേട്ടു, അർസലുഹത്താമഹാണ്, ആ മുക്കയറ് വിട്ടേക്കിന്നത്. ഇതെങ്ങനെ തന്നെ വരണ്ടോടി എന്തു സംഭവിക്കാന്നുള്ള ഓടുന്ന സമയത്ത് മൂക്കേർ വിടാനുള്ള ഒരു അശരീര ശബ്ദം. മൂക്കേറാണ്ട് വിട്ടപ്പോ മുന്നിൽ ആരോ ഒരാള് ഒന്ന് തടഞ്ഞു നിർത്തിയതുപോലെ ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ അവിടെ പിടിച്ചെത്തിക്ക് അവിടെ നിന്ന്. ആരും കാണാനില്ല, കാഴ്ചക്കാരുമില്ല. പേടിച്ച് വരണ്ടോടി കുട്ടി വീണെന്തോ അപകടം പറ്റും എന്നുള്ള നിലക്ക് ഉമ്മ കരയുമ്പോ കേൾക്കുന്ന അശരീര ശബ്ദം കയറ് വിട്ടേക്കാനാണ്. കയറ് വിട്ടേച്ച് നോക്കുമ്പോൾ ഓടുകയല്ല ചെയ്തത്, മുന്നിൽ ആരോ ഒരാൾ വന്നിട്ട് പിടിച്ചു നിർത്തിയതുപോലെ അവിടെ. അങ്ങനെ മദീനത്ത് വന്ന് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ 9 വയസ്സുമായിട്ടുള്ളൂ. അതിന്റെ പുറമെ തീരെ തടിയില്ലാത്ത ഈ ചെല്ല കുട്ടീനെ എങ്ങനെ കല്യാണം കഴിച്ച് പുതുക്കിറക്കുക? അങ്ങനെയുള്ള പുതുക്കല്ലേ ബാക്കിയുള്ളൂ. അങ്ങനെ പല മരുന്നും കൊടുത്തു നോക്കിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയാം, ആയിഷ വിദഗ്ധ ഡോക്ടറാട്ടോ. അത് പിന്നീട് വരും. വിദഗ്ധ ഡോക്ടർമാരിൽപ്പെട്ട ലോകത്തെ വിദഗ്ധ ഡോക്ടറാണ്. പല മരുന്നും കൊടുത്തു നോക്കി, എന്ത് മരുന്ന് കൊടുത്തിട്ടും തടിക്കണില്ല. അവസാനം ഈ ഹിയാറും ഈത്തപ്പഴം കൂടി ഒന്നിച്ചു കൊടുത്തപ്പോ പെട്ടെന്ന് തടി നന്നായിയാണ്. അപ്പൊ അതൊരു അനുഭവമാണ്. അവര് പറയുന്നുണ്ട് അങ്ങനെ തടി നന്നായിരുന്നു. ഹിയാറും ഈത്തപ്പഴവും കൂടി ഒന്നിച്ചു കൊടുത്തു. അത് കൂട്ടി ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഭക്ഷിച്ചപ്പോ തടിയൊക്കെ ഒന്ന് നന്നായി. എന്നിട്ടുണ്ടോ വല്ല കഥയും? കുട്ടിയായിട്ട് കളിച്ചുകൊണ്ട് നടക്കണം. ഈ ബുദ്ധി അധികമുള്ളവർക്ക് തന്നെ വികൃതിയും കളിയും കൂടുതലേക്കാരം. ആയിഷ റളിയല്ലാഹു തആല അതിബുദ്ധി എന്ന് പറഞ്ഞാൽ അതിബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വികൃതിയുള്ള കുട്ടിയായിരുന്നു. എന്നുണ്ടായിരുന്നു തങ്ങളുടെ കൂടെ ആയപ്പോ തന്നെ ആ വികൃതിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഉപദേശിക്കാനൊന്നും പോകാറ്. അങ്ങനെ ഒരു ദിവസം കല്യാണം കുറച്ചു. ഇതൊന്നും കുട്ടിനോട് പറഞ്ഞിട്ടുമില്ല. അൻസാരികളായിരിക്കുന്ന കുറെ സ്ത്രീകളും ആളുകളും ഒക്കെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അപ്പൊ എന്താ പണി? അപ്പുറത്ത് 2 ഈത്തപ്പന തടി കയറ് കെട്ടിയിട്ട് ഊഞ്ഞാല് കെട്ടി ആടുക. അവർ പറയാം ഊഞ്ഞാല് ഉർജുഹത്ത് എന്നാണ് പറയാം. 2 മരത്തുമ്മൽ കയറ് കെട്ടിയിട്ട് നടുക്കൊരു വടിയും വെച്ചിട്ട് അയിമല് കയറി ഇരുന്നിട്ട് ആടുക. അതിന്റെ ഇടയ്ക്ക് മദീനത്ത് വന്ന് നല്ല പനിയായിട്ട് മുടിയൊക്കെ വല്ലാതായിട്ട് മുടി കട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ടുള്ളൂ. കൗത്തരയുള്ള മുടി. അതങ്ങ് പ്രായം കളിച്ചിങ്ങനെ നടക്കണല്ലേ. ബാക്കി വീട്ടിൽ നടക്കുന്ന കാര്യമൊന്നും കല്യാണമാണെന്നും നബിസല്ലല്ലാഹു വരും അതൊന്നും അതല്ല. കുറെ ഇതേ പ്രായത്തിലുള്ളതും അതിന്റെ താഴെയുള്ളതുമായ കുറെ കുട്ടികൾ ഒന്നിച്ച് കൂടിയിട്ട് പെൺകുട്ടികളൊക്കെ കൂടിയിട്ട് ഇവര് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലുണ്ട് ഉമ്മു റഹ്മാൻ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് എപ്പം നോക്കിയാലും ഈ വികൃതിക്കാൽ ഇതൊന്നും മതിയാക്കാനായിട്ടില്ല എനിക്കൊന്നും പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാം. കയ്യും പിടിച്ച് കൊണ്ടുപോകുമ്പോ ഇതിന് കളിന്റെ ഇടയിലുള്ള ഇതില് വീട്ടിൽ കയറാൻ നോക്കുമ്പോ ഉമ്മരപ്പടിക്കൽ നിന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ അറിയത്തില്ല. അതിങ്ങനെ ശ്വാസം ഇങ്ങനെ തള്ളി വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വന്നപ്പോ എനിക്ക് കുറച്ചൊരു ശ്വാസം നേർക്ക് വീണ്. അങ്ങനെ ഉമ്മ ഒരു പാത്രത്തിൽ വെള്ളം തിരിച്ചിട്ട് എന്റെ മുഖമൊക്കെ കഴിക്കുക, മുടിയൊക്കെ ഒന്ന് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തടയി തന്ന് താത്ത് കയറി നോക്കുമ്പോ കുറെ ആളെയും കാണാനുണ്ട്. എന്താ സംഗതി എന്നൊന്നും അറിയില്ല. കുറെ ആളെയും കാണാനുണ്ട്.
അങ്ങനെ അവര് അൻസാരികളായ കുറെ സ്ത്രീകളുണ്ട്, അവരടുത്തേക്ക് എന്നെ ഏൽപ്പിച്ചു. പിന്നെ അവരെന്നെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി മുടിയൊക്കെ ചീകി വെച്ച് അങ്ങനെ അകത്തേക്ക് എന്നെ കയറ്റി നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അതെന്നെ കല്യാണം. എന്നിട്ട് അവിടെ ഒട്ടകം ഇറക്കി ആടിറക്കി ഒന്നും ചെയ്തിരുന്നില്ല. കാരണം അന്ന് ആദ്യ ഘട്ടമാണ്. മദീനയിൽ വന്നിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ ചുരുങ്ങിയ തോതിലായി വരുന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ദിവസം ഒരു തളിക അരീസയും ഭക്ഷണ സാധനങ്ങളും കൊടുത്തയക്കുമായിരുന്നു ഇരുതങ്ങൾക്ക്. ആ കൊടുത്തയച്ച അരീസയും ഭക്ഷണ സാധനം തന്നെയാണ് കല്യാണത്തിന് അന്നുണ്ടായിരുന്നത്. വേറെ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും അന്നൊരുക്കിയിരുന്നില്ല. അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിൽ പോകുമ്പോൾ തന്നെ കുറെ പാവക്കുട്ടികളും കുറെ കളിക്കൂട്ടുകാരും എന്നും ആയിഷ റളിയല്ലാഹു തആല കൂട്ടുണ്ടാവും. തങ്ങളുടെ വീട്ടിലാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന് റൂമിന് ചെറിയൊരു ജനലുണ്ട്. ഈ ജനലക്ക് ഒരു പിരിച്ചിട്ട് ആ പിരിന്റെ ബാക്കിൽ ഈ ജനലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് നിറച്ച് വെക്കല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വന്ന് കാറ്റത്ത് ഇരി നോക്കുമ്പോൾ നിറച്ച് പാവക്കുട്ടികള്. ഈ പാവക്കുട്ടികളെ കൂട്ടത്തിൽ ഒരു കുതിരക്ക് ചിറകുണ്ട്. ഒക്കെ പാവയാണ്. അങ്ങനെയാ കുട്ടികളോട് പെരുമാറുന്ന രീതി തന്നെ. എന്താ ഇതൊക്കെ വനാത്തീയ കളിക്കുട്ടികൾക്ക് അങ്ങനെ വനാത്ത് എന്ന് അവര് പറയാം. വനാത്തിയ ഉമാബൈനല്ല. എന്നിട്ട് കുട്ടികളെ ഇടയ്ക്കെന്താടോ ഫറസീയ, അത് കുതിരാന്ന്. അപ്പൊ ചിറകുള്ള കുതിരടോ, കുതിരയാണ്. എന്നിട്ട് ചിറകുണ്ടല്ലേ ഫറസുല്ലഹു ജനഹാൻ, രണ്ട് ചിറകുള്ള കുതിര. കുട്ടിയാണെങ്കിൽ എടുത്തു വായിക്കാൻ ചോദിച്ചു, നമ്മ സമയത്ത് അന്നതി സുലൈമാൻ നബി ഇസ്ലാം പറപ്പിക്ക് തീർ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനൊക്കെ പറക്കണ കുതിരണ്ട് നിങ്ങൾ കേട്ടിരിക്കേ? ഭാര്യയായിട്ട് നിൽക്കുന്ന സമയത്തായത് കുട്ടിക്കളി വിട്ടിട്ടില്ലായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ എന്തൊരു കാര്യം കണ്ടാലും കൂലങ്കഷമായി അതിനെ സംബന്ധിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും അതിന്റെ വിധിവിലക്കുകളും ആശയങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും വിശദമായി ചോദിച്ചു പഠിക്കുകയും ചെയ്യുന്നതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരാളെന്നെങ്കിലും സ്ത്രീവർഗത്തിൽ വേണമെന്നും അവരിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒപ്പിയെടുത്ത് സമുദായത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തതായിരുന്നു മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല. അല്ലെങ്കിൽ വേറെ നിലക്കും അങ്ങനെ ഒത്തുവരാൻ സാധ്യതയില്ല. എത്ര ചെറിയ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇശാ നിസ്കരിച്ചു വരും, വീട്ടിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, കിടക്കും. അപ്പോ ഉടനെ ചോദിച്ചല്ലോ, അതനാ മുഖബല അന്തൂത്ര എന്താ നബിയോ വിത്തുർ കഴിക്കാതെ കടന്നുറങ്ങലും ചോദിച്ചു. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം വീട്ടിൽ വാപ്പയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വിത്തുർ നിസ്കരിച്ചിട്ടേ കിടക്കുള്ളൂ. അത് കണ്ടുപഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായിയാവുന്ന സ്വന്തം വാപ്പ ഇശാ നിസ്കരിച്ചു വന്നത് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചാൽ ഉടനെ വിത്തുർ നിസ്കരിക്കുന്ന ആളാണ്. എന്നാ ഇത് പഠിച്ച് നബി തങ്ങളിൽ നിന്നിട്ടാവില്ല. നബി ആണെങ്കിലും ഇവിടെ ഒന്ന് കടന്നുറങ്ങാണല്ലോ. അതനാ മുഹബലാൻ ദൂത്തറാണ്. അപ്പൊ അങ്ങനെ എന്താ വാപ്പ അങ്ങനെ ഇല്ലല്ലോ, വാപ്പ ഉറങ്ങിയിട്ടാണല്ലോ നിസ്കരിച്ചിട്ടാണല്ലോ ഉറങ്ങിയത്. അവൻ പറഞ്ഞു, കുട്ടി എന്റെ വാപ്പാനെ പോലെയല്ല ഞാന്. ഇന്ന ഐനയ്യ തനാമാനി വലാനാമു കൽബി. എന്റെ കണ്ണേ ഉറങ്ങൂ, എന്റെ കൽബ് ഉറങ്ങൂല. എനിക്ക് എപ്പോ വേണം എങ്കിലും ഉണരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരും. ഞാൻ ഉണർന്നെഴുന്നേറ്റുകൊണ്ടാണ് നിസ്കരിക്കുക. അപ്പോ ഉണർന്നെഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് നേരത്തെ നിസ്കരിക്കാതെ ഉണർന്നെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ അവസാനത്തിൽ നിസ്കരിക്കുകയാണ് നല്ലത്. നിന്റെ വാപ്പ അത്ര ഉറപ്പില്ലാത്തത് കൊണ്ട് കിട്ടും, നേരത്തെ നിസ്കരിച്ചാൽ ഉറപ്പാണല്ലോ, അത് കിട്ടട്ടെ എന്നുള്ള ആൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് എടുത്തതാണ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്ക് അതിന്റെ യുക്തി എന്താ? ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, നാളെ മഹ്ശറ വൻസഭയിൽ ആരെ വിചാരണക്കെടുത്തു അവരൊക്കെ പരാജയപ്പെടുന്നു. നമ്മൾ പറഞ്ഞ 2 ഈമാൻ കൊണ്ടാ പോരെ, മതിയല്ലോ. പക്ഷെ ഉടനെ ചോദിച്ചു ആയിഷ റളിയല്ലാഹു തആല അതെന്താ നബി അങ്ങനെ പറഞ്ഞത്? സാബിടുത്തോലൊക്കെ പരാജയപ്പെടുന്നു.
അള്ളാഹ് പറയുന്നത് കേട്ടിട്ടില്ലേ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ഹിസാബ് എടുത്തോലൊക്കെ പരാജയപ്പെടുന്നു. നിങ്ങൾ പറയാം. അള്ളാഹ് പറയുന്നത് വലത്തെ കൈ കിതാബ് ഇട്ടിയോന് ചെറിയൊരു വിചാരണ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വർഗത്തിൽ പോകുന്നല്ലേ പറയുന്നത്. നിങ്ങൾ പറയുന്ന വിചാരണ ഉണ്ടായൊക്കെ പരാജയപ്പെടുന്നു. അല്ല, നമ്മളാണെങ്കിൽ ബാക്കിയുള്ള വലിയ ആളുകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ എന്നുള്ള ബഹുമാനപൂർവ്വം ഇങ്ങനെ ചോദിക്കാതെ നിൽക്കുമോ? പക്ഷെ സംഗതി സംശയം പിൽക്കാലത്ത് വരാം. അന്ന് അവരുടെ പ്രശ്നമല്ല, നാളെ പിറ്റേന്ന് വരുന്ന പിൽക്കാലത്ത് സംശയം വന്നാൽ ദീൻ ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഒരു അവസ്ഥ വരൂലേ? അള്ളൊന്നും പറയാ, റസൂൽ വേറൊന്നും പറയാ, തമ്മിലെതിരാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വിശദീകരിച്ചു കൊടുത്തു. ഇന്നമാ ദാലികി അൽ അർളു. അപ്പറഞ്ഞത് യഥാർത്ഥ കണക്ക് ചോദ്യമല്ല, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്തില്ലേ എന്നുള്ളത് നിങ്ങളെ വെളിപ്പെടുത്തിയൊരു ബോധ്യപ്പെടുത്തൽ മാത്രമാണ്. കണക്ക് നോട്ടമല്ല, വരവും ചെലവും നോക്കുന്ന കണക്ക് നോട്ടമല്ല, മറിച്ച് ഇന്നതൊക്കെ ചെയ്തില്ലേ എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ മാത്രമാണ്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവർക്ക് ചെറിയ ഹിസാബ്, അത് ഹിസാബ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നമാ ദാലികി അൽ അർളു, അത് ഹിസാബല്ല, അതൊരു വെളിപ്പെടുത്തൽ മാത്രമാണ്. മൻ നൂഖിശ ഫിൽ ഹിസാബി ഫഖദ് ഹലക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായി ആരെ കണക്കാണോ പരിശോധിക്കുന്നത് അവരൊക്കെയും പരാജയപ്പെടും എന്ന് പറഞ്ഞത് വരവ് ചെലവിന്റെ കണക്ക് നോക്കുന്നവരെ പറ്റിയാണ്. ഖുർആനിൽ ഇവിടെ പരാമർശിച്ചത് കണക്ക് നോക്കാതെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ്. ഇങ്ങനെ എത്ര ചെറിയ കാര്യങ്ങൾ കണ്ടാലും അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചു പഠിക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഖുർആനിന്റെ ആന്തരാർത്ഥങ്ങളും തിരുസുന്നത്തിന്റെ ജീവിക്കുന്ന രൂപവും പൂർണ്ണമായി ഒപ്പിയെടുത്ത ജീവിക്കുന്ന ഒരു ഖുർആൻ സുന്നത്തിന്റെ പതിപ്പായിരുന്നു മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് തന്നെ മറ്റേത് പത്നിമാരോടും ഉള്ളതിലേറെ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ഈ സ്നേഹമൊന്നും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈ ശാരീരികമോ വ്യക്തിപരമോ അല്ല, മറിച്ച് ആത്മീയവും ദീനി മതപരവുമാണ് ആ സ്നേഹങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് മറ്റൊരാളെക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വ്യക്തിപരമായ കാരണങ്ങളാൽ എന്നൊരിക്കലും മനസ്സിലാക്കരുത്, മറിച്ച് ആത്മീയ കാരണങ്ങളാൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് മറ്റു പത്നിമാരോടില്ലാത്ത പ്രത്യേക സ്നേഹം ഉണ്ടാകാനുണ്ടായ കാരണം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് ഖുർആനും സുന്നത്തും എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ലഭിച്ചതുപോലുള്ള ഭാഗ്യം ലോകത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് അവരെ കൊണ്ടുള്ള മഹത്തായ നേട്ടവും ഗുണവും പരിഗണിച്ചുകൊണ്ട് അവരോട് മറ്റാരെക്കാളും കൂടുതൽ സ്നേഹം ആയിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ കളിക്കാൻ കൂട്ടുകാർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചലനം അനക്കം കേട്ടാൽ അവരെ ഓടിപ്പോവും. ഒക്കെ കുട്ടികളെ ഒന്നിച്ച് കളിക്കണേ, ഓടിപ്പോവും. ഇത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് അവരെ തിരിച്ചു വിളിച്ച് കളിക്കാൻ ഏർപ്പാട് ചെയ്ത് നബി തങ്ങൾ അവിടെ ഇറങ്ങിപ്പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് കളിക്കാൻ കഴിയില്ല. അതാണ് നബി തങ്ങളുടെ ശബ്ദം കേട്ടാലേ അവിടെ ഉണ്ടോ അനക്കം അറിഞ്ഞാൽ അവരൊക്കെ ഓടിപ്പോകുന്നു. ഈ ഓടിപ്പോകുന്ന പറഞ്ഞാൽ അവർ കളിക്കേണ്ട സമയമാണെന്നും കൂട്ടുകാരികൾ കളിക്കാൻ വന്നതാണെന്നും മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുക, അവരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിളിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ആക്കിയിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് അവർക്ക് കളിക്കാനുള്ള സന്ദർഭം ചെയ്തു കൊടുക്കും. അതുപോലെ ഒരിക്കൽ ഒരു പെരുന്നാളിന്റെ അന്ന് ഈ ഹബശികളായ കുറെ കുട്ടികൾ, ആയുധാഭ്യാസികളാണവർ, അവര് ആയുധാഭ്യാസം നടത്തുന്ന എവിടുത്ത് മദീന പള്ളിയിൽ വെച്ചിട്ട് കുറെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കാണാൻ നിറയെ കൂടിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല വിളിച്ചിട്ട് ചോദിച്ചു, ആയിഷ, പള്ളിയിൽ നല്ല ആയുധാഭ്യാസം നടക്കുന്നുണ്ട്, കാണാൻ ആഗ്രഹമുണ്ടോ? കുട്ടികളല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. കാണണം പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? വാതിലില് മറയായിട്ട് നിന്നു. നബി തങ്ങളുടെ പിന്നിൽ ആയിഷ റളിയല്ലാഹു തആല നിർത്തി. എന്നിട്ട് നബി തങ്ങളുടെ ചുമലിലൂടെ ഇങ്ങനെ എത്തി നോക്കി. അങ്ങനെ കുറെ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് കുറെ കഴിയുമ്പം അമാ ശബിയത്തി, എന്റെ ആശ തീർന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടുത്ത് ഇങ്ങനെ മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്നറിയാം. അങ്ങനെ നിന്ന് ഇതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട്. അപ്പോഴേക്ക് വേറെയും ഭാര്യമാരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
അപ്പൊ അവരൊക്കെ കേൾക്കട്ടെ. ഇത്രയും സമയം ആയിഷാക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നോടുത്തു. അപ്പൊ എന്നോടുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം എത്രയുണ്ട് എന്ന് മറ്റുള്ളവർ കൂടി അറിയട്ടെ, അത് അവരെന്നെ പറയാൻ എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാല് മാറ്റി ഊന്നി ചവിട്ടി കുറെ നേരം നിന്ന് പിന്നെയും ചോദിക്കും, മതിയായില്ല എനിക്ക്, അപ്പൊ എനിക്ക് തിരക്കൂട്ടല്ലേ നബിയാലെ. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറിൽ മാറി കുറേ സമയം നിന്ന് അതിന്റെ ഇടക്ക് കാണാം കേൾക്കാനും കാണാനും നിൽക്കുന്ന ഈ പെണ്ണുങ്ങളും കുട്ടികളും ആൾക്കാരും ഒക്കെ അവിടെ പായിന് നോക്കുമ്പോ എന്നൊരു ഫാറൂഖ് റളിയല്ലാഹു അപ്പുറത്ത് ഇങ്ങനെ വരുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പുറത്തൂടെ ഇങ്ങനെ വരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചലനം കേട്ടതോടുകൂടി കാണാൻ നിൽക്കുന്നവരൊക്കെ തടിയും കൊണ്ട് പാഞ്ഞ്, മാത്രമല്ല കളിക്കുന്നവരും പാഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. ആ ചിരിക്കുന്നതിന്റെ എന്താ പറയേണ്ട ആവശ്യമില്ല, മറ്റൊരൊക്കെ പോയി. അങ്ങനെ തങ്ങൾ ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറിയത്. അല്ലാഹു തആല അങ്ങേക്ക് സന്തോഷം നൽകുമാറാണ്. എന്തിനാ ചിരിക്കണു ചോദിച്ചു. കാരണം ഒന്നും മുമ്പ് കാഴ്ചയിരിപ്പൊന്നുമില്ല, ചിരിക്കേണ്ട കാര്യം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേറൊന്നുമല്ല, നിന്നെ കണ്ടപ്പം മനുഷ്യരിൽപ്പെട്ടയും ജിന്നുകളിൽപ്പെട്ടയും ശൈത്താന്മാര് പായുന്ന പാച്ചിന് കണ്ടിട്ട് ചിരിച്ചതാണ്. രണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രത്തോളം അഴിമതിയാക്കുന്നില്ല. ഇനിയും ഒരിക്കൽ ഒരു പെരുന്നാളിന്റെ അന്ന് കുറെ പെൺകുട്ടികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് കൂടി ദപ്പുമുട്ടി പാട്ട് കേടുക. വീട്ടിൽ നിന്നത്, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചൂട് ഓർക്കാതെ എന്താക്കി, കട്ടിൽമ കയറിയിട്ട് തല മൂടി പോത്തിട്ട് ഒറ്റ കിടപ്പത് കിടന്നു. പാടിയ മുട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ, കുട്ടികളല്ലേ എന്നുള്ളത്. അങ്ങനെ ജോറ് പാട്ടും മുട്ടും ഇങ്ങനെ നടക്കണതിന്റെ ഇടക്കാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കയറിയെന്ന്. കയറി വന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇവിടെ ഉണ്ട്, കിടക്കുകയാണ്, ഒറ്റ കിടക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ എന്ത് കൂത്തും പാട്ടും ഇവിടെ. മകളാണല്ലോ, ദേഷ്യം പിടിച്ചിട്ട് മിസ്മാർ ശൈത്താന ഫീ ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശൈത്താന്റെ കൂത്ത് ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലാടാ. അതുവരെ പൊത്തി അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാർക്കും പുറത്തുനിന്ന് ഈ പുറപ്പെടുത്തിട്ടിട്ട് പറഞ്ഞു, അബൂബക്കർ എല്ലാ ജനങ്ങൾക്കും ഒരു ഉത്സവ ആഘോഷ ദിവസം ഉണ്ട്, ഒരു പെരുന്നാൾ ദിവസം ഉണ്ടാവും. നമ്മളെ പെരുന്നാൾ ദിവസമല്ലേ കുട്ടികൾ കുറച്ചൊക്കെ പാടുകയും മുട്ടുകയൊക്കെ ചെയ്തോട്ടെ, ശ്രദ്ധിക്കണ്ടാറ്. അങ്ങനെ മനസ്സിലാക്കുന്നു. പിന്നെ ഒന്നും പറയാനും നിന്നില്ല. പക്ഷേ നിസ്സലവാസിന് വീണ്ടും പുറത്ത് കടന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയും ചെയ്ത് തങ്ങൾ അപ്പുറം ശ്രദ്ധിക്കുന്നതിനാണ് ഭയം ആയിഷ റളിയല്ലാഹു അൻഹ കുട്ടികളെ തോണ്ടി തടിയിൽ തോളിയായിരുന്നു. അങ്ങനെ അവരും ഇങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരുവിധം കളികൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയില്ല. യാത്രയിൽ ഒരിക്കൽ എല്ലാവരും പോവുക, അങ്ങനെ എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി തമ്പടിച്ച് ഇറങ്ങിയ സമയത്ത് ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ മത്സരിച്ച് ഓടാണ്ട് പോയി. നമ്മളൊക്കെ നമ്മളെ പെണ്ണുങ്ങളോട് മത്സരിച്ച് ഓടാണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് എന്തോ കാറ്റാന്നാ പറയാ. അതൊക്കെ ചിലപ്പോൾ ആവശ്യമായി വരുന്ന കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിനും മാനസികമായ ഉല്ലാസത്തിനൊക്കെ ചിലപ്പോൾ ഒരു പരിധി വിടാത്ത നിലക്ക് ഒക്കെ വേണ്ടി വരും. അങ്ങനെ ഞാനേ തയ്യാറല്ലേ, അന്ന് അത്രേ ആയിട്ടുള്ളൂ. അങ്ങനെ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് മത്സരിച്ചു. ഓടി ആയിഷ റളിയല്ലാഹു അൻഹ ചെറുതല്ലേ, തടി അങ്ങനെ ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ നമുക്കറിയാലോ, ഒരു 50-55 വയസ്സിന്റെ മേപ്പെട്ട് വന്ന് ഓടി ആയിഷ റളിയല്ലാഹു തആല ജയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലായി. ആയിഷ റളിയല്ലാഹു അൻഹ കൈയൊട്ടിപ്പിച്ച്. കുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ വേറൊന്നും കണക്കാക്കണ്ടായില്ല. കുട്ടികൾക്കുണ്ടല്ലോ അങ്ങനെ ജയിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പ്രതികരിച്ചില്ല, ഗുണം ദോഷം ഒന്നും പറഞ്ഞില്ല. കൈമുട്ടി ചിരിച്ചെങ്കിൽ ചിരിച്ചോട്ടെ എന്ന് വെച്ച്. പിന്നെ കുറച്ച് കൊല്ലൂടി കഴിഞ്ഞതിന് ശേഷം വേറൊരു, അപ്പൊ പെണ്ണല്ലേ, കുറച്ച് തടിയും ഇതൊക്കെ മാറിടും ഒക്കെ വളർന്ന് മുമ്പത്തെ ആ അവസ്ഥയൊക്കെ പോയി. അങ്ങനെ ഇതുപോലെ തന്നെ ഒരു സന്ദർഭം കിട്ടിയപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഓടണ്ടേ. മുമ്പത്തെ അത്ര ഉത്സാഹമില്ല, ആവൂല എന്ന് പറഞ്ഞാൽ തോൽവിയല്ലേ, ആ ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓടി ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തി. ആയിഷ പിന്നെ അങ്ങനെ ബേക്കറി കിടച്ചു വരുന്നുള്ളൂ. കാരണം തടിച്ചിന് കുറച്ച്
തിരിച്ചു വരുമ്പോ തോറ്റല്ലോ. പക്ഷെ നബ്സല്ലാസ്ലം എന്ത് പറഞ്ഞ കൈയോട്ടി ചിരിച്ചൊന്നും ചെയ്തില്ല. എന്തു പറഞ്ഞു? ആദിഹി തിൽക്കാം. മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഓടിയിട്ട് ഞാൻ തോറ്റപ്പോ ഈ കൈയോട്ടി ചിരിച്ചല്ലോ, അതിന് പകരാതെ എന്ന് നബ്സലം. അപ്പൊ ഇങ്ങനെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിലേക്ക് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി അനുവദിക്കാവുന്ന വിനോദങ്ങളൊക്കെ പരമാവധി അനുവദിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇതൊക്കെ പരിധി വിടാത്തതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കായാലും പ്രവൃത്തിയായാലും കാര്യത്തിലായാലും തമാശയിലാണെങ്കിലും ദേശത്തിലാണെങ്കിലും ഏതാണെങ്കിലും കൃത്യമായ പരിധി വിടാതെ ഹക്കിൽ നിന്നിട്ട് ഒരിക്കലും വ്യതിചരിക്കാത്തതല്ലാത്ത വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ ആ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുണ്ടായി. നമ്മൾ നീണ്ട പഠനം നടത്താൻ മാത്രം ആയ വിവരങ്ങൾ വിഷയങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വിശദമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടന്നാൽ ഇപ്പോഴൊന്നും ഈ ചർച്ച അവസാനിക്കില്ല. അങ്ങനെ പോകാതെ വളരെ പ്രധാനപ്പെട്ട 2-3 മുഖ്യ സംഭവങ്ങൾ പരാമർശിക്കാതിരുന്നാൽ ആ ജീവിതത്തിനെ പറ്റി പൂർണ്ണാവുന്നതല്ല. സന്താനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കറിയാമല്ലോ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അല്ലാതെ പത്നിമാരിൽ ആരും സന്താനങ്ങൾ ജനിച്ചിട്ടില്ല. എങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം, എങ്ങനെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിന് വളരെ വ്യക്തമായ സുന്ദരമായ മാതൃകകൾ ആ ജീവിതത്തിൽ കാണാനാവും. 9 പത്നിമാർ ഒരേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ട് അത് വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത നാട്ടുകാരും ഒക്കെ ആയിട്ട് ആ വീട്ടിൽ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു പത്നിയോട് ഒരു ദേഷ്യം പിടിച്ചൊരു ചീത്ത വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവിടുത്തെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, അവിടുത്തെ ഭൃത്യന്മാരെയോ അവിടുത്തെ പത്നിമാരെയോ ജീവിതത്തിൽ ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. അവിടുത്തെ സ്വഭാവ ഗുണങ്ങളാണ്. അതേസമയത്ത് അടി കൊള്ളേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളൊക്കെയാണെങ്കിൽ ആ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളോടാണ് അവളെ ഭാര്യമാരങ്ങനെ പെരുമാറിയതെങ്കിൽ അടി കൊടുക്കാൻ പറ്റുന്ന നിരക്കുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ട്, എന്നിട്ട് പോലും അടിച്ചില്ലെന്ന് മാത്രമല്ല ഒരു പരുഷമായ വാക്ക് പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആരോടും പറഞ്ഞിരുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 1-2 സംഭവങ്ങൾ വരെ ഒരിക്കൽ മനുഷ്യന്റെ ജീവിതമാണല്ലോ, എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമായി. വീട്ടുകാര്യത്തിലാണ്, ദീനീ കാര്യത്തിലല്ല, വീട്ടുകാര്യത്തിൽ എന്തോ അഭിപ്രായ വ്യത്യാസം. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഈ പ്രശ്നത്തിന് പരിഹാരത്തിനടോ നമ്മളൊരാളെ ഇടക്ക് മദ്യം വെക്കാറുണ്ട്, ആയിക്കോട്ടെ മദ്യം വെക്കാറുണ്ട്, നാരായണ മറിഞ്ഞായാലോ ഉറപ്പിന് പരിക്കനാണ് പറയുമ്പോത്തിന് കിട്ടും അവറ്റില്ലാറ്. എന്നാ പിന്നെ എന്റെ വാപ്പയാണെങ്കിലോ അയാൾക്കടിക്കാറ് അങ്ങനൊന്നും കിട്ടൂല. അത് അങ്ങനെ സിദ്ദീഖ് ആളാക്കി വരുത്തി വീട്ടിൽ വന്നപ്പം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിൽ നിങ്ങളൊരു മദ്യം പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിപ്പിച്ചത്. എന്താ നിങ്ങളെ പ്രശ്നം? അപ്പൊ നബി പറഞ്ഞു ആയിഷാവിനോട് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞോളി, പറയുന്നതിന് കേടില്ല, ഉള്ളതേ പറയാവൂ. തമ്മിൽ പിണങ്ങിക്കാണ് ആ സമയത്ത് വിളിച്ചിട്ട്, നിങ്ങൾ പറയുള്ളൂ, പറയുന്നതിന് കേടില്ല, പക്ഷെ ഉള്ളതേ പറയാവൂ. അതിങ്ങോട്ട് കേൾക്കേണ്ട താമസം ഒരൊറ്റ അടി കൊടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. കാരണം നബിതങ്ങൾ അടിക്കാത്തത് നബിതങ്ങളുടെ സ്വഭാവവിശേഷം കൊണ്ടാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ പറയുന്നത്, ഇദാലം യസ്തുഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തുഖ് അൻതി വഅബൂകി. അല്ലാഹുവിന്റെ റസൂൽ സത്യം പറയുന്നില്ലെങ്കിൽ എന്റെ ആപ്പി നീയാണോ സത്യം പറയുന്നത് എന്ന് ചോദിച്ചിട്ട് കൊടുത്തൊരൊറ്റടി അടി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വലിയ മനുഷ്യനല്ലേ, ഇത് ചെറുപ്പല്ലേ. അടി മോത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല മൂക്കിൽ നിന്നിട്ട് ധാരയായി ഒരു കാണുന്നു.
അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം അടങ്ങിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു ഈത്തപ്പന്റെ മട്ടനെടുത്തു. രണ്ടാമത് കിട്ടുന്ന കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പാഞ്ഞു ചെന്ന് തങ്ങളുടെ ബാക്കിൽ നിന്നിട്ട് അണഞ്ഞോട്ടി ഞങ്ങൾ അഞ്ഞോട്ടി പിടിച്ചാൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അടിക്കുക. അപ്പൊ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ അടിങ്കത്തറി ഉണ്ടാക്കാനല്ല ഞങ്ങളെ വിളിച്ചത്, അത് ഞങ്ങൾക്കും വയ്ക്കും. ഇവിടെ ഈ പ്രശ്നത്തിൽ മാധ്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, അതുകൊണ്ട് ഈ പ്രശ്നം പറ്റില്ല, ഇറങ്ങിപ്പോണം പറഞ്ഞാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങിപ്പോയ ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ വിട്ടിട്ട് ഞങ്ങൾക്ക് തമാശയുള്ളൂ. ഇങ്ങനെ വായിച്ച കുറച്ച് നേരത്തെ എന്റെ പുറത്ത് പാറ്റി പൊടിച്ച് നിൽക്കുകയും പണി. ഇപ്പൊ എന്താ എനിക്ക് നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വദാഇന് പോകുമ്പോൾ ഒരു നീണ്ട സംഭവ സമയം ഹജ്ജത്തുൽ വദാഇന് പോകുന്ന സമയത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാവരും ഉണ്ട്, 9 ആളും പോയിരുന്നു. അപ്പോൾ എല്ലാവർക്കും യാത്രക്ക് ആവശ്യമായ ഒരു നീണ്ട യാത്രയാണ്, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ആവശ്യമായ സാധനങ്ങളും വസ്ത്രങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഒട്ടകപ്പുറത്ത് ഓരോരുത്തർക്കും പ്രത്യേകം ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് സാധനം കുറവായിരുന്നു, നല്ല ആരോഗ്യമുള്ള ഒട്ടകവുമാണ്. അതേ സമയത്ത് സഫിയ്യ റളിയല്ലാഹു തആല അൻഹാക്ക് സാധനം കുറച്ച് കൂടുതലുണ്ട്, അവരുടെ ഒട്ടകം കുറച്ച് ക്ഷീണിച്ചതുമാണ്. അപ്പൊ ഭാരം കുറച്ച് കൂടുതലുള്ള സാധനം ക്ഷീണിച്ച ഒട്ടകവുമായപ്പോ ഈ ഒട്ടകം എന്തായിട്ടും കൂടെ എത്തുന്നില്ല. രണ്ടു നിബിധങ്ങൾ തന്നെയാണ്, വല്ലാതൊന്നുമല്ല. അപ്പൊ അവരിതൊന്നും പറയാമല്ലാതെ ഒക്കെ നിസ്സലവാദങ്ങൾ തന്നെ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, ആയിഷക്ക് സാധനം കുറവ്, നല്ല ആരോഗ്യമുള്ള ഒട്ടകമാണ്. ആയിഷാന്റെ സാധനം ആ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറക്കിയിട്ട് സഫിയ്യാന്റെ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കൊടുക്കുക. സഫിയ്യാന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആയിഷാന്റെ ഒട്ടകത്തിന്റെ പുറത്തും വെക്കുക. കാരണം അതല്ലേ സാധനം കൂടുതലുള്ളത്, അത് നല്ല ആരോഗ്യമുള്ള ഒട്ടകമാണല്ലത്. എന്നാൽ നമുക്ക് യാത്ര സൗകര്യവും ബാക്കിയുള്ളവരൊക്കെ ഇതുകൊണ്ട് വിഷമിക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി മരിക്കാൻ പറഞ്ഞാൽ മരിക്കാനും തയ്യാറാണ്. പക്ഷേ ചക്രവർത്തിക്കാണ് ഈ സഹായം ചെയ്യുന്നത്, അതെന്തായാലും ഉണ്ടാവും, ഇല്ല നിങ്ങൾ പറയണ്ട, അതെന്തായാലും ഉണ്ടാവും. പക്ഷെ അവരൊക്കെ വലിയ മഹതികളായതുകൊണ്ട് അവരുടെ സ്റ്റാൻഡേർഡിൽ മാന്യമായിട്ടാണ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ചുണ്ടാവും. ഇതിങ്ങോട്ട് കേൾക്കേണ്ട താമസല്ലേ. ആ പറഞ്ഞ വാക്ക് അങ്ങനെ ഉദ്ധരിക്കാൻ വയ്യ, അല്ലാതെ ഒരു ദേഷ്യം പിടിച്ച വാക്കാ പറഞ്ഞു. അങ്ങനെയാണല്ലോ സയ്യിദ് അസ്തമിന്റെ മകളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ യഹൂദി വംശത്തിൽ ജനിച്ച ഈ പെൺകുട്ടി കീഴ്പ്പെടുത്തിയല്ലോ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒട്ടവും നബി തങ്ങളുടേത് തന്നെ, ഈ ഒട്ടവും നബി തങ്ങളുടേത് തന്നെയാണ്, രണ്ട് നബി തങ്ങളുടെ ഭാര്യമാരുമാണ്. ഞാനിപ്പോ അങ്ങനെ ചെയ്യണം, എനിക്ക് എന്താന്നല്ലേ ചോദിക്കുക. അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടക്കൊന്നാണ് കൊടുക്കും ചെയ്യും. നമ്മളതൊക്കെ വേഗം കഴിച്ചല്ലോ പണി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശാന്തനായി സമയത്ത് പറയാ, യാ ഉമ്മ അബ്ദില്ലാ, നിങ്ങൾ വിളിക്കാണ് യാ ഉമ്മ അബ്ദില്ലാ. ബഹുമാനത്തിലാണ് ഈ ഉമ്മൂട്ടിയിട്ട് വിളിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. യോ ഉമ്മ അബ്ദില്ലാ, നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട, നമ്മൾ ആളുകളൊക്കെ വിഷമിക്കുകയാണല്ലോ ഈ ഒരു കാര്യം കൊണ്ട്. നിനക്ക് കുറഞ്ഞ സാധനമല്ലുള്ളൂ, ആ സാധനം ആ ഒട്ടകത്തിന് പുറത്ത് വെച്ചാൽ അത് നല്ലോണം നടന്നോളും. അവൾക്കല്ലേ കൂടുതൽ സാധനം ഉള്ളത്. ആ സാധനം നിങ്ങൾ ഒട്ടകത്തിന് പുറത്ത് വെച്ചാൽ അത് ആരോഗ്യമുള്ളതും അതും നടന്നോളും. ആളുകൾ സൗകര്യമായിട്ട് അന്തല്ലേ തീർച്ചയായും എന്നൊക്കെ റസൂലുള്ള എടുത്ത ചോദ്യാണ്. അന്തല്ലതി തുസാമോ എന്നൊക്കെ റസൂലുള്ള, നിങ്ങൾ അള്ളാന്റെ റസൂലല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ പരിഭാഷപ്പെടുത്തുന്നുള്ളൂ.
തിരിച്ചു വയ്ക്കാണ്. അപ്പൊ കൊടുക്കണ്ടേ ഒന്ന് ഞമ്മ കേട്ടുള്ളൂ, അള്ളാഹു റസൂലിന് പറ്റൂല. കാരണം ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഏറ്റവും മഹത്തായ സൽസ്വഭാവത്തിന്റെയും മുകളിലാണ് നബിയെ അങ്ങ് എന്ന്. അത് കാണിക്കണം. ഇവിടെ അത് കാണിക്കാനും കാരണം കിതാബ് പറഞ്ഞാൽ പോരാ, ജീവിച്ചുകൊണ്ട് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദർഭം കൊടുക്കുക. അതിനുണ്ട് സംശയവും ഉമ്മ അബ്ദുല്ല അല്ല അദൽത്ത. എന്നാ അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പണ്ട് കൊടുത്ത അതേ അടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റൂ. കാരണം വാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് അവിടുത്തെ ഭൃത്യന്മാരെയോ അവിടുത്തെ പത്നിമാരെയോ അവിടുത്തെ പേരമക്കളെയോ എന്ന് വേണ്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രുക്കളെ ഓട് പൊരുതി എന്നല്ലാതെ ആ കൈകൊണ്ട് ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ പല പ്രാവശ്യവും പിതാവിൽ നിന്നിട്ട് അടി വാങ്ങിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷക്കുറവുള്ള ഒരു വാക്ക് പോലും 9 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിട്ടില്ല. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വലിപ്പമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണമായിരുന്നു. എന്നാൽ അവര് മുസ്ലിം ഉമ്മത്തിൽ പ്രത്യേകമായി അവരെ കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. ഒന്ന് തയമ്മുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, മറ്റൊന്ന് പ്രധാനമായി ഖവ്സ് സംഭവം. അതായത് സൂറത്തുൻ നൂറിന്റെ ഏകദേശം 13ഓ 14ഓ ആയത്ത് ശുദ്ധ ഖുർആൻ ശരീഫ് അവതരിക്കാൻ കാരണമായ മഹദിയായിരിക്കുന്ന സിദ്ദീഖത്തായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് മുനാഫിക്കുകളായ കപടന്മാർ ഇസ്ലാമിലും മുസ്ലിംകൾക്കിടയിലും ഫിത്നയുണ്ടാക്കാൻ വേണ്ടി പ്രചണ്ഡമായ പ്രചാരം നടത്തി മുസ്ലിം ഉമ്മത്തിനെ ആകെ കിടുകിട വർപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും കടുത്ത പരീക്ഷണമായ ആരോപണം ഉന്നയിക്കുകയും അവസാനം അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ശരീഫ് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ലോക അവസാനം വരെയുള്ള ആളുകൾക്ക് നിസ്കാരത്തിൽ പള്ളി മെഹ്റാബുകളിൽ നിന്ന് ഓതുന്ന വിശുദ്ധ ഖുർആനായി അവതരിച്ച അവരുടെ വിശുദ്ധി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സംഭവം. ആ ഭാഗം വിശദീകരിക്കുന്നില്ലെങ്കിൽ ചെറിയ തോതിൽ നമുക്ക് പറയണം, ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ദൗർഭാഗ്യവശാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളല്ലാത്ത ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. ആയിഷ റളിയല്ലാഹു തആല ഏറ്റവും വലിയ പണ്ഡിതയാണ്. സ്ത്രീ വർഗത്തിൽ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് സമാനയായ ഒരു പണ്ഡിത ലോകം കേട്ടിട്ടില്ല. വെറും ഖുർആനും സുന്നത്തും മാത്രമല്ല, അന്ന് വിജ്ഞാന ശാഖയായിട്ട് ലോകത്തറിയപ്പെട്ടിരുന്ന ഏതൊക്കെ വിജ്ഞാന ശാഖ അറബി ലോകത്തുണ്ടോ അതിലൊക്കെ അഗ്രഗണ്യായിരുന്നു ആയിഷ റളിയല്ലാഹു തആല. ഒരിക്കൽ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല തുറന്നു തന്നെ ചോദിക്കുകയുണ്ടായി. ഇത് ഉർവത്ത് ബിൻ സുബൈർ ആസ്മാബിന്റെ മകന് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അനുജന. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല ചോദിക്കുകയുണ്ടായി, ഉമ്മ നിങ്ങളെ സംബന്ധിച്ച് ഒരു അത്ഭുതം തന്നെയാണല്ലോ, ചരിത്ര പാണ്ഡിത്യം നോക്കിയാൽ നിങ്ങൾക്ക് കടപിടിക്കുന്ന ഒരാള് ഇന്ന് മുസ്ലിം ലോകത്ത് ജീവിക്കുന്നില്ല. പക്ഷെ അതിൽ എനിക്ക് അത്ഭുതമില്ല, ചരിത്ര പണ്ഡിതന്മാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാനമായി മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിദ്ദീഖിന്റെ മകള് സിദ്ദീഖിൽ നിന്നിട്ട് പഠിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഭാഷ സാഹിത്യത്തിൽ എന്നിട്ട് വാക് ചാതുര്യത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് ഏത് സഭയിൽ കയറി സംസാരിക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ചാൽ ഏറ്റവും വാചാരനായ കുറഞ്ഞ വാക്കുകൊണ്ട് ആശയങ്ങളുടെ സമ്പുഷ്ടമായ പ്രഭാഷണത്തിന്റെ ഉടമയായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രഭാഷണ ചാതുരിയുടെ അയലത്തെത്തുമായിരുന്നില്ല. അത്ര വലിയ പ്രഭാഷണ ചാതുരി, വാക്സാമർത്ഥ്യം, സാഹിത്യ സമ്പുഷ്ടത എല്ലാം നിറഞ്ഞതായിരുന്നു. അതിലൊന്നും എനിക്കൊരു പൊതുവയില്ല. ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും ലോകത്ത് സഹാബാക്കൾ ആരും ആയിഷ റളിയല്ലാഹു തആല സമീപത്ത് പോലും എത്തിയിട്ടില്ല. ഇതൊക്കെ എനിക്ക് സമ്മതിക്കാം.
ഖുർആനും സുന്നത്തും പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചരിത്ര പാണ്ഡിത്യത്തിലും ഭാഷാ സാഹിത്യത്തിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. എനിക്കതൊന്നുമല്ല ഉദുമ. അറബി ലോകം കേട്ടറിവ് പോലും ഇല്ലാത്ത ഇത്രയും വിദഗ്ധയായ ഒരു ഡോക്ടറായി നിങ്ങൾ എങ്ങനെ വളർന്നു? അതിന് മാർഗമാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഡോക്ടറായിട്ടില്ല. അവരുടെ മക്കളും ആരും ഡോക്ടർമാരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഡോക്ടറല്ലല്ലോ. പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ തിബ്ബൊക്കെ ഇങ്ങനെ വിദഗ്ധമായി പഠിക്കാൻ? അതിന് പറയാ മോനെ, അത് മറ്റൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാന കാലമായപ്പോൾ, പ്രത്യേകിച്ച് ഖൈബർ സംഭവത്തിന് ശേഷം, ഖൈബർ സംഭവത്തിൽ ഒരു വിഷത്തിൽ വേവിച്ച ആട്ടിന്റെ മാംസം കഴിച്ചിരുന്നല്ലോ. കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബത്തുക്കളൊക്കെ അത് കഴിച്ചവരൊക്കെ അപ്പോൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഖുദ്റത്ത് കൊണ്ട് ആ വേഷം തൽക്കാലമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ വഫാത്തിന്റെ സമയത്ത് അത് തന്നെയായിരുന്നു മരണകാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് രക്തസാക്ഷിത്വത്തിന്റെ മഹത്വവും കൂടി നബി തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ വിഷം തേണ്ടി മരിച്ചവർ ശുഹദാക്കന്മാരാണെന്ന്. അപ്പൊ ആ മഹത്വം കൂടി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഏതായാലും ഈ സംഭവത്തിന് ശേഷം നിരന്തരം വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധിച്ചുകൊണ്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു. അങ്ങനെ അറബികളും അജമികളുമാവുന്ന വ്യത്യസ്തരായ ഡോക്ടർമാർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശോധിക്കുകയും അവർക്ക് മരുന്ന് നിർദ്ദേശിക്കുകയും ആ മരുന്ന് പാകം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഉണ്ടാവുമ്പോൾ ഈ മരുന്നുകളൊക്കെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പാകം ചെയ്തു കൊടുക്കൽ ഞാനായിരുന്നു. അങ്ങനെയാണ് ഞാൻ വൈദ്യശാസ്ത്ര നിപുണയായി മാറിയത്. എന്തും കണ്ടാലും കേട്ടാലും ഒരു പ്രാവശ്യം കണ്ട അതുപോലെ ചെയ്യാനും അനുകരിക്കാനും മനസ്സിൽ മനഃപ്പാടമാക്കാനും കഴിവുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു മഹാപണ്ഡിതയായിരുന്നു മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരാഴ്ച കൂടി കുറച്ച് ഭാഗം കൂടി ആയിഷ റളിയല്ലാഹു തആല വളരെ വളരെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ അതീവ രഹസ്യങ്ങളായ ഭാഗങ്ങൾ വരെ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഈ രംഗത്ത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും തിരുനബി തങ്ങളുടെ സുന്നത്ത് ആ രംഗത്ത് എന്താണെന്ന് ഉമ്മത്തിന് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അർദ്ധഭാഗം മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുന്നതിൽ മറ്റൊരാൾക്കുമില്ലാത്ത അദ്വിതീയ സ്ഥാനമാണ് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹക്കുള്ളത്. ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അങ്ങനെ പറഞ്ഞ ഇവർ ഇത്രയൊക്കെ വലിയവരാണെങ്കിൽ പോലും പ്രവാചകനല്ലല്ലോ. എല്ലാം തികഞ്ഞൊരു മഹദിയാണ് എങ്കിൽ പോലും പ്രവാചകനല്ലല്ലോ. പ്രവാചകനല്ലാത്തവരിൽ നിന്നാണ് അബദ്ധങ്ങൾ വരാം. അബദ്ധം ചെയ്തോളം നിർബന്ധമല്ല, അബദ്ധങ്ങൾ സംഭവിക്കാം. അങ്ങനെ വന്ന അബദ്ധങ്ങളിൽപ്പെട്ട ഒരു അബദ്ധമായിരുന്നു ജമൽ സംഭവം. അത് ഉൽപ്പതിഷ്ണുക്കൾ എന്ന് സ്വയം പറയുന്ന തിരുത്തൽവാദികൾ എന്നേ അവരെ പറ്റി പറയാനുള്ളൂ. തിരുത്തൽവാദികൾ സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങണം എന്നും രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തും ഒക്കെ ഇറങ്ങുകയും ഇടപെടുകയും വേണമെന്ന് പറയുന്നതിന് തെളിവായി ധരിക്കുക